സ്കേറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഏജ് ഒരു ഫാക്ടറല്ല. 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സ്കേറ്റിംഗ് പഠിക്കാം. 3 to 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എൻസ്പയർ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് വെണ്ണയിൽ ഞങ്ങളുടെ ഇൻഡോർ ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്നുണ്ട്. 7 വയസ്സ് തൊട്ട് 70 വയസ്സുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഡിക്കാത്ലൺ വൈറ്റയിൽ പഠിപ്പിക്കുന്നുണ്ട്. 15 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഡിക്കാത്ലണിൽ 15 ദിവസം കൊണ്ട് സമ്മർ ക്യാമ്പ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ നടത്തിയ സമ്മർ ക്യാമ്പിൻ്റെ പാരൻസിൻ്റെ റിവ്യൂസ് ഞങ്ങൾക്ക് കാണാം. ഹായ്, ഐ എം ഡാലിയ വർഗീസ്. എൻ്റെ 2 കുട്ടികൾ, ഒരാൾ ആരൻ 14 years ആൻഡ് സെക്കൻഡ് വൺ ഏബൽ 8 years. രണ്ടുപേരും ഇവിടെ സമ്മർ ക്യാമ്പിനുണ്ടായിരുന്നു. ദീസ് 2 coaches ആർ വെരി ഗുഡ്, വെരി ഡെഡിക്കേറ്റഡ്. അവർ പിള്ളേരെ നല്ലോണം ട്രെയിൻ ചെയ്തു. ഐ എം വെരി മച്ച് 100% ഐ എം സാറ്റിസ്ഫാക്ടറി വിത്ത് ദ ട്രെയിനിങ്. ഈ 15 days കൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കുട്ടികൾ സ്കേറ്റിംഗ് പഠിച്ചിരിക്കും. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു ബോത്ത് ഓഫ് യു ആർ വെരി ഗുഡ്. പിന്നെ കൊച്ചു കുട്ടികളെ കൊണ്ട് ഇവിടെ ചേർത്താലും ഇവർ രണ്ടുപേരും ആ കൊച്ചു കുട്ടികളെ ദേ വിൽ കം ഡൗൺ ടു ദർ ലെവൽ ആൻഡ് ട്രെയിൻ ദം വെരി വെൽ. ആൻഡ് താങ്ക് യു സർ ഫോർ ഓൾ യു ഹവ് ഡൺ ഫോർ മൈ കിഡ്സ് ആൻഡ് ഓൾ ദ കിഡ്സ് ഓവർ ഹിയർ. താങ്ക് യു. ഇതിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തത് ശരിക്കും 2 പിള്ളേരുണ്ട്, അവർക്ക് വേണ്ടി ജോയിൻ ചെയ്തതാണ്. പക്ഷേ പിള്ളേർ നല്ല താല്പര്യമുള്ള കാരണം പെട്ടെന്ന് പഠിക്കുകയും ചെയ്ത് അതിൻ്റെ ആ ഇൻട്രസ്റ്റ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും ഇപ്പോൾ ഇതിലോട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ 4 പേരുണ്ട്. നമ്മൾ 4 പേരും ഇപ്പോൾ സ്കേറ്റിങ്ങിൻ്റെ താല്പര്യം തുടങ്ങി. അത് ആ കോച്ചിങ്ങിൻ്റെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി അതിൽ കാണുന്നുണ്ട്. കാരണം പിള്ളേർക്ക് ഞാൻ കയറിയപ്പോൾ പിള്ളേരുടെ കാലിൻ്റെ ആംഗിൾ പ്രോബ്ലംസ്, അവരുടെ മസിൽ വീക്ക്, ഇതെല്ലാം ഓരോന്ന് പറഞ്ഞ് പിൻ പോയിൻ്റ് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് ചെയ്തെടുക്കാനുള്ള എന്തൊക്കെയോ ടെക്നിക്സും പ്രോബ്ലംസ് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് അത് റെക്ടിഫൈ ചെയ്തു. അവരിപ്പോൾ ഒരുവിധം നല്ലോണം സ്കേറ്റ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണത്. പിന്നെ ഇവരുടെ പ്രോഡക്റ്റ്സ് ഉണ്ട്, ഡെക്കാത്ലോണിൻ്റെ പ്രോഡക്റ്റ്സും അതെ. അപ്പോൾ ഈവൻ ദ ഷൂസ് നമ്മളെടുത്തത് ഓരോന്നിൻ്റെയും ക്വാളിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അത് മേടിച്ച് കഴിയുമ്പോൾ അത് യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി വേറെ ലെവൽ തന്നെയാണ്. 2 ഇപ്പോൾ ലാസ്റ്റായിട്ട് ജോയിൻ ചെയ്ത എൻ്റെ വൈഫാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 44, 45 ആ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എങ്കിൽ പോലും ഐ തിങ്ക് ഷീ സ്റ്റാർട്ടഡ് സ്കേറ്റിംഗ് ആ 3rd day ആയപ്പോഴേക്കും ഒരു പിക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ദ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് വാട്ട് ഷീ ഹാസ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് അമേസിങ്. കാരണം അത് നമ്മൾ ഇതിനായിട്ട് വന്നതല്ല, പക്ഷെ കണ്ട് നമ്മുടെ താല്പര്യം നമ്മൾ അതിലോട്ട് കയറിപ്പോവും. അത് ആരായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നേ പറയത്തുള്ളൂ, പ്രത്യേകിച്ച് പാരൻസ് കേട്ടോ. സിതാൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെ വന്നതാണ് ക്ലാസ്സിന്. ആസ് എ മദർ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് 15 day ക്യാമ്പ് കൊണ്ട്. ആള് നന്നായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സ്കേറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ക്ലാസ് സാറ്റിസ്ഫൈഡ് ആണ്, റിയലി ഹാപ്പിയാണ്. ആക്ച്വലി വി ഹാവ് എ ഡൗട്ട് ദാറ്റ് ഈ 15 daysനുള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു ഫസ്റ്റ്. പക്ഷെ എന്നാലും ഒരു 2 days കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, കാരണം പിള്ളേർക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം അതിനെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാർമാർ നന്നായിട്ട് കോച്ച് ചെയ്തിട്ടുണ്ട് പിള്ളേരെ. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് നല്ല രീതിയിൽ ബേസിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ ക്ലാസ്സസിലേക്കും ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. മോളും വെച്ചാൽ വേറെ എന്താ പറയുക ലാഗൊന്നും വരുന്നില്ല. അവളും എന്താ പറയുക ഒന്നിനും ഒരു മടി കാണിക്കുന്നില്ല, വരാനായിട്ടും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ്. കാരണം സാറുമാർ ആ ഒരു രീതിയിലാണല്ലോ പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് കാരണം അങ്ങനെയാണ്, നല്ലൊരു രീതിയിലാണ് പോകുന്നത് ക്ലാസ്. ഇറ്റ്സ് ഫൈൻ. സംഭവം അടിപൊളിയായിരുന്നു. അൽഫാഷിന് വളരെയധികം താങ്ക്സ്. ഇപ്പോൾ അൽഫാഷിൻ്റെ അല്ലായിരുന്നു, വേറൊരു ട്രെയിനിങ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവർ ഏത് നേരം റുവേനെ കൈ പിടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം റുവ മര്യാദയ്ക്ക് സ്കേറ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് അപ്പോഴേ ഈ പറഞ്ഞ പിള്ളേർക്ക് നിറച്ച് അറിയാറ്, അതായത് നമ്മൾ ആദ്യമേ ഇട്ട് കഴിയുമ്പോൾ തന്നെ അവർക്ക് സ്കേറ്റ് ചെയ്യണം. പക്ഷേ അവൾക്കപ്പോൾ ഇവിടെ അത് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 years കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ആവശ്യത്തിന് വന്നപ്പോഴത്തേക്കും ഇതേപോലെ സ്കേറ്റിംഗ് ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും വന്നു 15 days ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, കാരണം ഇവിടെ ഒരു 1 month പോയിട്ടും നമുക്കൊരു വ്യത്യാസം ഉണ്ടായില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ, അവൾക്ക് ആഗ്രഹമുള്ള കാര്യമാണ്, ഷൂവും സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ അവരെ സ്റ്റംപ് വെച്ചു. സെക്കൻഡ് ഡേയിൽ അവൾ സ്കേറ്റ് ചെയ്യാൻ പതിയെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തു. ഇപ്പോൾ ഈ ഒരു 15 days കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ടായി. അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ചെയ്യിപ്പിച്ചത് വീണ് കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് എഴുന്നേക്കേണ്ടത് എന്നാണ്. നമ്മളിപ്പോൾ മറ്റിടത്ത് വെച്ച് നമ്മൾ പോയി എഴുന്നേൽപ്പിക്കും. ആ ഒരു ഇതല്ലാതെ പിള്ളേർ തന്നെ എങ്ങനെ എഴുന്നേക്കണം എന്നുള്ളത് നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു തന്നു. പിന്നെ സ്റ്റംപിങ് ആണെങ്കിലും ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പം
ഒരു ഷൂ ഇട്ട് കഴിഞ്ഞാൽ സ്കേറ്റ് ചെയ്യുക എന്നല്ലാതെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, എന്ത് ഇതിലാണ് വളഞ്ഞു വരേണ്ടത്, അല്ലെങ്കിൽ ഒരു കാലെടുത്ത് പൊക്കി വെച്ച് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തതിന് വളരെയധികം താങ്ക് യു. ഹായ്, എൻ്റെ പേര് ഹിമ എന്നാണ്. ഞാൻ റിഹാനയുടെ പേരൻ്റാണ്. അപ്പോൾ മോളുടെ ഇഷ്ടപ്രകാരമാണ് സ്കേറ്റിങ്ങിന് ചേർത്തത്. ആദ്യമായിട്ടൊരു സമ്മർ ക്യാമ്പിന് പോകുന്നതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ കുട്ടികളൊക്കെ വീഴുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി അതൊക്കെ മാറി വന്നു. ഇപ്പോൾ ആൾക്ക് കോൺഫിഡൻസ് ആയി, നന്നായിട്ടെല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതെല്ലാം തന്നെ ഇവിടുത്തെ കോച്ചിൻ്റെയൊക്കെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു അറ്റൻഷൻ കൊണ്ടും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കൊണ്ടാണ്. ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു. ഒരുപാട് പേര് ഓൾറെഡി നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഈ ഒരു സെഷനിൽ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത്. വാമപ്പ് ആണെങ്കിലും ഹോൾ പ്രോസസ്സും പിന്നെ കൂൾ ഡൗൺ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പ്രായത്തിലും അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് അത് വളരെ നല്ല കാര്യമാണ്. എൻ്റെ പിള്ളേർ ഇത് ഒരാളുടെ 3rd സെഷനും ഒരാളുടെ 2nd സെഷനാണ്. അപ്പോൾ ദേ റിയലി എൻജോയ് ദ ഹോൾ പ്രോസസ്സ്. അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിനകത്ത് നിന്ന്. ആൻഡ് ദെൻ സാറിൻ്റെ ഹൽഫാസ് സാറിൻ്റെയും പിന്നെ ഹാഷിം സാറിൻ്റെയും അവരുടെ ക്ഷമ, ഈ ചെറിയ പിള്ളേരെ ക്ഷമയോടെ പഠിപ്പിക്കാൻ പറ്റുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ്. ആക്ച്വലി അത് മറ്റത്തൊക്കെ ഇത്രയും യങ് ചിൽഡ്രൻ, ഇത്രയും സ്മോൾ ചിൽഡ്രനിൽ എടുക്കാൻ അവർ ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് യു പീപ്പിൾ ഹാവ് ഷോൺ ലോട്ട് ഓഫ് passion and patience to teach these very small kids. That's really commendable. Okay. Yeah, other places are not. It's very difficult to take care of so many children that do skating. And even when they fall down or do, you people take care very quickly with your first aid box and other things. That was really good. സ്കേറ്റിംഗ് ക്ലാസ് ഞങ്ങൾ ഏപ്രിൽ ഈവനിങ് ക്ലാസ്സിലാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അമ്മയുടെ ഫാദറാണ് ഞാൻ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പാരൻസ് എല്ലാവരും തീർച്ചയായിട്ടും വെക്കേഷൻ അല്ലെങ്കിൽ പോലും ഈവനിങ് ക്ലാസ് ഉണ്ടെങ്കിൽ മാക്സിമം അവരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോച്ചിങ്ങിന് നമുക്ക് ആൽഫാസ് സാറും ആസിഫ് സാറും നന്നായിട്ട് കുട്ടികളെല്ലാം നന്നായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതികൾ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ 15 ദിവസത്തെ സ്കേറ്റിംഗ് ക്യാമ്പെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ 15 ദിവസം കൊണ്ട് ഈ ചെറിയ പിള്ളേർ എന്തുമാത്രം അത് സ്കേറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഈ 2 സാറന്മാർക്കുമാണ്. അത് വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ആക്ച്വലി ഏപ്രിലിലെ സ്കേറ്റിംഗ് ക്യാമ്പിനെ പറ്റി ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അറിഞ്ഞത് ഏപ്രിൽ ലാസ്റ്റോടു കൂടിയാണ്. പിന്നെ അന്നേരം അവൈലബിൾ ആയിട്ടുള്ളത് മെയ് 1 സ്കേറ്റിംഗ് ക്യാമ്പായിരുന്നു. അതിന് അഡ്മിഷൻ എടുത്തു. കുട്ടികൾക്ക് തന്നെ ഇത് വളരെ ഒരു റിഫ്രഷ്മെൻറ്റ് ടൈമായിരുന്നു തന്നെ പറയാം. എല്ലാവരുമായിട്ട് മിംഗ്ലിംഗ് ആയി. ഇപ്പോൾ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന സാറന്മാരാണെങ്കിൽ തന്നെ കാമാണ്. വളരെ നല്ല ക്ലാസ്സായിരുന്നു. നല്ല അഭിപ്രായമാണ്. സ്കേറ്റിങ്ങിന് ജോയിൻ ചെയ്യിക്കുമ്പോൾ ഞാൻ കുറച്ച് അപ്രിഹെൻസീവ് ആയിരുന്നു. ആളത് കണ്ടിന്യൂ ചെയ്യുമോ എന്നറിയില്ലായിരുന്നു. പക്ഷേ ജോയിൻ ചെയ്ത അന്ന് മുതൽ അതിനൊരു എഫേർട്ട് ഇടുകയും അതുപോലെ തന്നെയായിരുന്നു കോച്ചിൻ്റെ ബിഹേവിയറും കൂടെയുള്ള കോച്ചസും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ പല സ്പോർട്സിനും ആൾ ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ചില സമയത്ത് ടീച്ചേഴ്സ് റൂഡായതുകൊണ്ട് ആൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ടീച്ചേഴ്സിൻ്റെ ബിഹേവിയറും അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു പേഷ്യൻസും ആ ഒരു ടൈമും കൊണ്ട് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഒരു 15 ഡേയ്സിൽ തന്നെ നന്നായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് താങ്ക് യു ഹൽഫാസ് സർ ആൻഡ് ദ ഹോൾ ടീം. അല്ല, ഞാൻ പറയാൻ പോകണം. ഞാൻ ചെറുപ്പത്തിലുള്ള ആഗ്രഹമാണ് ഇതും കൊണ്ട് പോകണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ നാട് കോഴിക്കോട് ആയതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ കുറച്ച് വർഷമായി എറണാകുളത്ത് വന്നപ്പോഴേ ഒരു ആഗ്രഹമാണ് ഇത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പഠിക്കാം, കുട്ടികളൊക്കെ പഠിച്ച് അപ്പോഴും എനിക്കൊരു ആഗ്രഹം പഠിക്കണം. ഇപ്പോഴാണ് ഒത്തുപിടിച്ച് ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് സുഖമായിട്ട് ഒഴിച്ച് പോകാൻ പറ്റും. അതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ പഠിപ്പിച്ച മാഷുമാർക്കും ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഉള്ളത്.
വേറെന്താ പറയാനുള്ളത് നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച്? വേറെ പോലെയുള്ള വളരെ നല്ല കോച്ചിങ്ങാണ്. ഞാനിങ്ങനെ ഇത്രയും പെട്ടെന്ന് ആവുന്നോ, ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതിപ്പോ എത്ര 10ാമത്തെ ക്ലാസ്സാണ്. 10ാമത്തെ ക്ലാസ്സാണ്. ഞാൻ 4ാമത്തെ ക്ലാസ് വന്ന് ഞാൻ ഓടാൻ തുടങ്ങി. എല്ലാവരും വന്നുള്ള പ്രായം നോക്കണ്ട, ഏജ് ഒരു നമ്പർ മാത്രമല്ലേ? ആ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ റെഡി ആവും, അത്ര പറയാനുള്ളൂ. ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുള്ളൂ. അതെ, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. കാണാം.